ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഘോഷയാത്ര, തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെ ലക്ഷ്യമാക്കി അതിൻ്റെ യാത്ര തുടരുകയാണ്. നേരത്തെ ശരംകുത്തിയിൽ ഘോഷയാത്രയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകിയിരുന്നു. ആ വരവേൽപ്പ് ഏറ്റുവാങ്ങി വലിയ ജനസഞ്ചയത്തിനിടയിലൂടെ തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് നീങ്ങുകയാണ്. ആ ഘോഷയാത്രയെ അനുഗമിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ്. പോലീസ് അയ്യപ്പന്മാരടങ്ങുന്ന ഒരു വോളണ്ടിയർ സംഘം അതിന് ഒപ്പമുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെയാണ് ആ തിരുവാഭരണ ഘോഷയാത്രയുടെ ഈ വഴികളാകെ പിന്നിടുന്നത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവിടെ സന്നിധാനത്ത് ആ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനും അത് ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്നതിനുമൊക്കെയായി അവിടെ തന്ത്രിയും മേൽശാന്തിയും അടങ്ങുന്ന സംഘം അവിടെ സോപാനത്തിന് സമീപവും കൊടിമരച്ചുവട്ടിലുമൊക്കെയായി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്ന ആ തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ഒരു 6:30-ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കായി നട തുറക്കുന്നത്. ആ ദീപാരാധന നട തുറന്നു കഴിഞ്ഞാലാണ് പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും നടക്കുന്നത്. ഇത് രണ്ടും കണ്ടാണ് ഇനി അയ്യപ്പ വിശ്വാസികൾ അവിടെ നിന്ന് മടങ്ങുന്നത്. അതുവരെ ഈ തിരക്കവിടെ തുടരും. പക്ഷേ അതിനുശേഷവും വലിയ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങുന്നവർ സന്നിധാനത്തേക്ക് ലക്ഷ്യമാക്കി പമ്പയിൽ നിന്ന് കടന്നു വരുന്നവരൊക്കെ അവരെയൊക്കെ ക്രമീകരിച്ച് ഈ ദർശനത്തിനായി 18-ാം പടിയുടെ സമീപത്തേക്ക് അയക്കേണ്ടതുണ്ട്. ഭാരിച്ച ജോലി തന്നെയാണ്. എല്ലാവരും സ്വയം വോളണ്ടിയേഴ്സായി അല്ലെങ്കിൽ സ്വയം അത് അച്ചടക്കമുള്ളവരായി ആ ജോലി ചെയ്യുകയാണ്. എല്ലാ തവണയും പതിവിത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ഇത് ശബരിമല ധർമ്മശാസ്താവിൻ്റെ 18 തൃപ്പടികളാണ്. 18 പടികൾക്ക് മുകളിൽ ഇരിക്കുന്ന പരമജ്യോതി, പരമശക്തി എന്ന് വിശ്വാസികൾ കരുതുന്ന ആ 18-ാം പടിയുടെ ഏറ്റവും കമനീയമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ 18 പടികൾ എന്നതുപോലും ആത്മസംസ്കരണത്തിൻ്റെ 18 പടികൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ 5 എണ്ണം നമ്മളുടെ ഇന്ദ്രിയങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ ശബരിമലയിലേക്ക് എത്തുന്നത് ആ ഇന്ദ്രിയങ്ങളെ കീഴടക്കി എന്നതാണ്. നമ്മെ ഈ ലോകത്ത് നമ്മെ ബന്ധിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ആണ് ആദ്യത്തെ 5 പടികൾ. അതിനെ മറികടന്ന് പിന്നീടുള്ള അടുത്ത 8 പടികൾ അത് അഷ്ടരാഗങ്ങൾ. നമ്മൾ പറയാറുണ്ടല്ലോ, കാമക്രോധ മോഹ ലോഭ മതമാത്സര്യ ഈർഷ്യ അസൂയ. അതിനെ നമ്മൾ അഷ്ടരാഗങ്ങളെയും മറികടന്ന് അതിനെ അതിജീവിച്ച് നമ്മൾ അടുത്ത ഘട്ടം കടക്കുകയാണ്. പിന്നീട് സത്വരജ തമോ ഗുണങ്ങളാകുന്ന 3 പടികൾ അവിടെ ബാക്കിയുണ്ട്. അതിനെയും കടന്ന് വിദ്യ അതിനെയൊക്കെ മറികടന്ന് മാത്രമേ നമ്മൾ അദ്വൈത ഭാവത്തിലേക്ക് എത്തൂ. അദ്വൈത ഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മുഖമണ്ഡപത്തിൽ തത്വമസി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്വൈത ഭാവം. അതുതന്നെയാണ് ശ്രീകോവിലിലെ ആ ചൈതന്യം. വിഗ്രഹത്തിന് പുറത്ത് അതാണ് നമ്മൾ ഒരുപക്ഷെ ക്ഷേത്രത്തിലേക്ക് വലിയ തിരക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴും നമ്മൾ വിഗ്രഹത്തെ നോക്കുമ്പോൾ കണ്ണടയ്ക്കും. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ ഘട്ടത്തിൽ അതിന് സുകുമാർ അഴീക്കോട് മാഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിഗ്രഹങ്ങൾക്ക് പിന്നിലെ ആ വെളിച്ചം കാണാനാണ് നമ്മൾ കണ്ണടയ്ക്കുന്നത് എന്നത്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ ശബരിമലയിലേക്കുള്ള യാത്രയാകെ നടന്ന് ക്ഷീണിച്ച് അവശരായി ശരണം വിളിച്ച് ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നാമമാത്ര ദർശനത്തിന് നമുക്ക് അവസരം കിട്ടുമ്പോൾ സ്വാമിയെ വിളിച്ച് നമ്മൾ കണ്ണടയ്ക്കുന്നത് ആ വിഗ്രഹത്തിന് പിന്നിലെ ആ വെളിച്ചത്തെ ദർശിക്കാനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ചിന്താപദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ മറികടന്ന് ഈ അഷ്ടരാഗങ്ങൾ കാമക്രോധ മത മാത്സല്യ മോഹാദികളെല്ലാം കടന്ന് വിദ്യയും അവിദ്യയും കടന്ന് എല്ലാം നമ്മൾ എത്തുന്ന ആ സത്വരജ തമോ ഗുണങ്ങളെയൊക്കെ മറികടന്ന് നമ്മൾ എത്തുന്ന ആ പരമമായ ചൈതന്യം അവിടെ തത്വമസി അത് നീയാകുന്നു എന്ന് പറയുന്നു. അത് കണ്ട് നമ്മൾ വിഗ്രഹത്തിന് പിന്നിലെ വെളിച്ചത്തെയും ദർശിച്ച് പുതിയൊരു മനുഷ്യനായി നരനും നാരായണനും ഒരാളാണെന്നും മാനവനും മാധവനും ഒരാളാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടനം അതിൻ്റെ അർത്ഥസമ്പന്നമാകുന്നത്, സാരസമ്പന്നമാകുന്നത്. അതാണ് ആ തീർത്ഥാടന പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നവരാകെ ആ നിലയിലാണത് ക്രമീകരിച്ചത്. ആ സന്നിധാനത്തേക്കുള്ള യാത്ര നടപ്പന്തലിലേക്കൊക്കെ വരാൻ പോകുന്നു. ആ വഴിയിലൂടെ ശരണപാതയിലൂടെ യാത്ര ഇപ്പോൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇത് കൊടിമരച്ചുവട്ടിലും ഒക്കെ അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് തയ്യാറായി നിൽക്കുന്നവരെ നമുക്ക് കാണാം. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ പ്രസിഡന്റുണ്ട്, വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുണ്ട്, അതുപോലെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും അവിടെയുണ്ട്. നമുക്ക് ആ കൊടിമരച്ചുവട്ടിൽ അത് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നവരെയൊക്കെ കാണാം. അങ്ങനെ
ഇതാ നിറഞ്ഞു നിൽക്കുന്ന ആ ക്യൂ കോംപ്ലക്സ് ഉണ്ട്, നടപ്പന്തലുണ്ട്, കർപ്പൂരാഴി ഇങ്ങനെ ആളിക്കത്തുന്നുണ്ട്, പൊന്നമ്പലമേട് അങ്ങനെ നമുക്ക് നമ്മുടെ വിദൂര കാഴ്ചയിൽ പൊന്നമ്പലമേട് കാണാൻ കഴിയും. അവിടെ ദീപാരാധന നടക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രീകോവിലിന് മുന്നിലുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതൊക്കെ വളരെ കമനീയമായി അലങ്കരിച്ചത് ഇന്നൊരു പക്ഷേ വൈകുന്നേരങ്ങളിൽ അവിടെ എത്തിയിട്ടുള്ളവർക്കറിയാം, പൂമാലകൾ കൊണ്ട് സന്നിധാനമാകെ അലങ്കരിച്ച് മുഴുവൻ വൃത്തിയാക്കി അവിടെ എല്ലാം വളരെ വളരെ മനോഹരമായി അലങ്കരിച്ച് നമ്മൾക്ക് വിശ്വാസികൾക്ക് കാഴ്ചയിലും കേൾവിയിലും എല്ലാം ഈ പറയുന്ന ആത്മീയ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു സങ്കേതമായി ശബരിമല മാറി. ഈ ദിവസം പ്രത്യേകിച്ച്, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്, ഈ ദിവസം പ്രത്യേകിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കവിടെ കാണാൻ കഴിയും. 18-ാം പടിക്ക് മുകളിലും കൊടിമരച്ചുവട്ടിലും സോപാനത്തിന് മുന്നിലുമൊക്കെ ആചാരപരമായി സ്വീകരണം നൽകാൻ വേണ്ടി കൂടി കാത്തു നിൽക്കുകയാണ് എല്ലാവരും. ഇത് ശബരിമലയുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ ഭൗതിക ജീവിതത്തിൻ്റെ, ലൗകിക ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമാണെങ്കിൽ പോലും അതിനെ ഒന്നും ഭംഗം വരുത്താത്ത തരത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് അനുഷ്ഠിക്കാവുന്ന, ഒരു ഗാർഹസ്ഥ്യന് അനുഷ്ഠിക്കാവുന്ന ചിന്താ പദ്ധതിയാണ് ശബരിമല നമുക്ക് മുന്നിൽ പ്രദാനം ചെയ്യുന്നത്. നമ്മളുടെ തീർത്ഥാടനങ്ങളാകെ ആ നിലയിലാണെങ്കിലും, അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂർത്തിയും നീയും ഒന്നാണ് എന്ന ഒരു സന്ദേശം ശബരിമല മാത്രമാണ് നമ്മളുടെ മുന്നിൽ വയ്ക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാവരും സ്വാമിമാരാകുന്നത്, എല്ലാവരും അയ്യപ്പനാകുന്നത്, എല്ലാവരും തത്വമസി എന്ന ആ മഹാമന്ത്രത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി അവിടെ പ്രവർത്തിക്കുന്നത്. ജ്യോതിസ്വരൂപൻ എന്ന അയ്യപ്പനെ വിളിക്കുന്നത്. ഇത് നമ്മളുടെ ആകെ ഇരുളിൻ്റെ വഴിത്താരകളിൽ വെളിച്ചമായി നമ്മളുടെ മുന്നിൽ ജ്യോതിസ്വരൂപനായി അയ്യപ്പനുണ്ട്, അയ്യനുണ്ട് എന്ന് പറയുന്ന ആ വലിയ വിശ്വാസം, അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. ഏതിരുളിലും ഒരു വെളിച്ചമായി ആ ശ്രീകോവിലിൽ വിളങ്ങുന്ന ചൈതന്യം നമ്മളുടെ കൂടെയുണ്ട് എന്നത് ഓരോ വിശ്വാസിക്കും അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകുന്ന ഒരു വിശ്വാസം കൂടിയാണ്. അതൊക്കെയാണ് ശബരിമല. നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാം, പ്രത്യേക അലങ്കാരങ്ങളൊക്കെയായി ആ യാത്ര ഇങ്ങനെ കടന്നു വരികയാണ്. പന്തളം മുതൽ അതിനെ അനുഗമിക്കുന്ന അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായ പന്തളം തൊട്ട് അതിനെ അനുഗമിക്കുന്നവരുടെ ആരവങ്ങൾ, ശരണാരവങ്ങൾക്കിടയിലൂടെ ഇതാ ഘോഷയാത്ര, തിരുവാഭരണ ഘോഷയാത്രയുടെ മുൻഭാഗം വലിയ നടപ്പന്തലിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. വലിയ നടപ്പന്തൽ കടന്ന് ആ ക്യൂ കോംപ്ലക്സിൻ്റെ ഒക്കെ അടുത്തുകൂടി, അതായത് വലിയ നടപ്പന്തലിലെ ക്യൂ വഴികളുടെ നടുവിൽ, അത് പ്രത്യേകം ക്രമീകരിച്ച വഴികളാണ്. നമ്മൾ ഇരുമുടിക്കെട്ട് എന്തി നമ്മൾ അവിടെ ക്യൂ നിന്ന് കടന്നു വരുന്ന പോലെ അല്ല. ഇതാ ആ നടപ്പന്തലിലേക്ക് കടന്നു വരാൻ പോകുന്നു. വെളിച്ചമുണ്ട് എല്ലായിടത്തും. അങ്ങ് പിന്നിൽ ആ തിരുവാഭരണ പേടകങ്ങൾ വഹിക്കുന്നവർ ഇങ്ങനെ നൃത്തച്ചുവടുകളോടെ കറങ്ങി നമ്മൾ ഓർക്കണം, അത്രയും വലിയ ഒരു പേടകം അവരുടെ ശിരസിലേറ്റുമ്പോഴും അവരിങ്ങനെ കറങ്ങിയാണ് വരുന്നത്. അങ്ങനെ ഭക്തി പ്രഹർഷത്താൽ അവരത് ചെയ്യുന്നു എന്നതാണ് നമ്മളൊക്കെ കരുതുന്നത്. അങ്ങനെ ഭക്തി പ്രഹർഷത്താൽ ആത്മനിർവൃതിയിലുള്ള ഒരു വലിയ സംഘം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ ആ കാഴ്ച, അതിൻ്റെ വിദൂരമായ കാഴ്ച നമ്മളുടെ കണ്ണിന് മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ശബരിമല മാത്രം നൽകുന്ന ഇത്തരം കാഴ്ചകൾ, ഇത്തരം അനുഭവങ്ങൾ, അത് അവിടെ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്ക് തിരുവാഭരണ പേടകങ്ങളൊക്കെ അത് നമ്മൾ പലപ്പോഴും ഉണ്ട്. ഈ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ആ ഘോഷയാത്ര പോകുമ്പോൾ ആ വഴികളിൽ വളരെ ദൂരെ നിന്ന് മതിലിനൊക്കെ മുകളിൽ നിന്ന് പൂമാലകൾ ഇങ്ങനെ എറിയും. അത് എത്ര എണ്ണം ആ തിരുവാഭരണ പേടകത്തിൽ വീഴുമെന്ന് നമുക്കറിയില്ല. ചിലതൊക്കെ നിലത്തേക്ക് വീഴുമായിരിക്കും, ചിലത് ആ പേടകങ്ങളിൽ വീഴുമായിരിക്കും, ചിലത് അത് ചുവലിൽ നടക്കുന്നവരുടെ ശിരസിലൊക്കെ വീഴുമായിരിക്കും. പക്ഷേ ആ ഒരു മാല ഈ തിരുവാഭരണ പേടകങ്ങൾ അർപ്പിക്കാൻ കഴിഞ്ഞാൽ, അതിലേക്കൊന്ന് തൂവാൻ കഴിഞ്ഞാൽ തന്നെ വലിയ പുണ്യമെന്ന് കരുതുന്നവരാണ് അയ്യപ്പ വിശ്വാസികൾ. അവരുടെ പ്രാർത്ഥനാ നിർഭരമായ ശരണം വിളികളാൽ മുഖരിതമായ ആ അന്തരീക്ഷത്തിലൂടെയാണ് ഇത്രയും ദൂരം, ഏതാണ്ട് 80-85 കിലോമീറ്റർ ദൂരം ഈ തിരുവാഭരണ ഘോഷയാത്ര ക്ഷീണമേതുമില്ലാതെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നിൽ അലങ്കാരങ്ങൾ കാണാം, മുത്തുക്കുടകൾ കാണാം, ഭജന സംഘത്തിൻ്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാം, ഭജന കേൾക്കാം, ശരണമന്ത്രങ്ങൾ, പഴയ കാലങ്ങളിൽ കേൾക്കുന്ന ആ പാട്ടുകൾ, പരമ്പരാഗത ശരണ പാതകൾ, ശരണ കീർത്തനങ്ങളൊക്കെയാണ്. അയ്യപ്പ തിന്തകത്വം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ എൻ്റെ അകത്താണ്. അയ്യപ്പ തിന്തകത്വം എന്നത് ലോപിച്ചതാണ്. അയ്യപ്പൻ എൻ്റെ അകത്വം എന്നതാണ് യഥാർത്ഥത്തിൽ. അയ്യപ്പൻ എൻ്റെ അകത്വം, സ്വാമി എൻ്റെ അകത്വം, അതാണ് എൻ്റെ അകത്തുള്ള അയ്യപ്പൻ, എൻ്റെ ഉള്ളിലുള്ള അയ്യപ്പൻ, എൻ്റെ ഉള്ളിലുള്ള സ്വാമി, അതാണ് അയ്യപ്പൻ എൻ്റെ അകത്വം, സ്വാമി എൻ്റെ അകത്വം. അതാണ് അയ്യപ്പ തിന്തകത്വം, സ്വാമി തിന്തകത്വം എന്ന് പിന്നീട് ലോപിച്ച് അതിനൊരു സംഗീത രൂപം വന്നത്. പക്ഷേ അത് അയ്യപ്പധർമ്മം മുന്നോട്ട് വയ്ക്കുന്നത് അതാണ്. അയ്യപ്പൻ എൻ്റെ അകത്വം, സ്വാമി എൻ്റെ അകത്വം. അയ്യപ്പനും സ്വാമിയുമൊക്കെ എൻ്റെ അകത്താണ്, എൻ്റെ ഉള്ളിലാണ്.
എൻ്റെ ഉള്ളിലാണ് എന്നതാണ് ഈ തീർത്ഥാടന വഴിയിലാകെ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ എരുമേലി പേട്ടതുള്ളലിൽ നമ്മൾ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് കേൾക്കും. അതെന്താണ്? അയ്യപ്പൻ എൻ്റെ അകത്വവും സ്വാമി എൻ്റെ അകത്വവും. നമ്മൾ ഭക്തി പ്രഹർഷത്തിൽ ആ എരുമേലിയിലെ പേട്ടതുള്ളലിനിടയിൽ നമ്മൾ കേൾക്കുന്നതാണ്. ആ എരുമേലിയിൽ തന്നെയെല്ലാം സന്നിധാനത്തെത്തുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു എന്താണ് ആ വന്ദനം ഇങ്ങനെ കേൾക്കും. അത് നമ്മൾ പറഞ്ഞതുപോലെ പണ്ഡിതനും പാമരനും എന്ന് പറയാം, ആർക്കും അത് പറയാം. അയ്യപ്പൻ എൻ്റെ അകത്വവും സ്വാമി എൻ്റെ അകത്വവും. അതിന് മറ്റ് ജ്ഞാനങ്ങളുടെ ആവശ്യമില്ല, അതിന് സംസ്കൃത പാണ്ഡിത്യമോ ഒന്നും ആവശ്യമില്ല. ഒരു കാഴ്ചപ്പാടാണ്, ഒരു വിശ്വാസമാണ്, ഒരു സങ്കല്പമാണ്. അയ്യപ്പൻ എൻ്റെ അകത്വം, അതാണ് അയ്യപ്പ തിന്തകത്വം, സ്വാമി എൻ്റെ അകത്വം, സ്വാമി തിന്തകത്വം.